ഇതെന്താ സാധനം? മുജാഹിദിന്റെ മദ്രസാ പുസ്തകം. ഇതിലടക്കം പറയുന്നുണ്ട് സംഭരിച്ച് വിതരണം നടത്തണോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ സക്കാത്തിന് നിയ്യത്തുണ്ടോ? 4 മദ്ഹബിലുണ്ടല്ലോ. ഇല്ല. എന്താ കാരണം? നിയ്യത്തെല്ലാം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ സംഭരിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആ ഫർദ് അങ്ങോട്ട് ഒഴിവാക്കിക്കളിയാ, നിയ്യത്ത് ഒഴിവാക്കി. ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസാ പുസ്തകം 2 ഉണ്ട്. 2ാം ഭാഗം ഫിഖ് പാഠങ്ങൾ. ഇതില് നിയ്യത്തുണ്ടോ? സക്കാത്തിന് നിയ്യത്ത് പറഞ്ഞില്ല. ഇതിലുണ്ടോ? 4ാം ഭാഗം അതിലുണ്ടോ? അതിലും പറഞ്ഞില്ല. ഇനി ഞാൻ പറയട്ടെ, ഈ നോമ്പിന്റെ നിയ്യത്ത് പറയുന്നുണ്ട്. നല്ല രസമുണ്ട്. നോമ്പിന്റെ ഇവർക്ക് നോമ്പ് നിൽക്കാറെല്ലൊന്നും ഇല്ലാണ്ടായി കിട്ടിയല്ലേ വേണ്ടത്. അതിന് വേണ്ടി നോമ്പിന്റെ നിയ്യത്തൊന്ന് ഞാൻ വായിക്കാം. നോമ്പിന്റെ ഫർളുകൾ 2 നിയ്യത്ത് അഥവാ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നോമ്പനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അപ്പോ ഞാൻ ചോദിക്കട്ടെ, റമദാൻ മാസത്തിൽ അള്ളാന്റെ കൽപ്പന പ്രകാരം നോമ്പനുഷ്ഠിക്കുന്നു എന്ന് കരുതിയാൽ നോമ്പാകുമോ? ഇല്ല. പിന്നെന്ത് വേണം? റമദാൻ നോമ്പ് എന്ന് കരുതണം, ഫർളായത് എന്ന് കരുതണം. ഇങ്ങനല്ലേ ഫത്വൽ മീനുള്ളത്. അപ്പൊ ഫർളെന്നും റമദാൻ നോമ്പെന്നും കരുതാതെ നോമ്പെടുക്കുന്നു എന്ന് കരുതിയാൽ റമദാൻ നോമ്പാവൂല. അതുകൊണ്ട് തന്നെ ഞാൻ മുസ്ലിമീങ്ങളോട് പറയാണ്, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും മദ്രസയിൽ പഠിപ്പിച്ചാൽ ആ കുട്ടികളെ നോമ്പ് ശരിയാവൂല, നിസ്കാരം ശരിയാവൂല, സക്കാത്ത് ശരിയാവൂല. ഇസ്ലാമിനെ തകർക്കലാണ് ഈ മൗലവിമാരുടെ മുഴുവനും ലക്ഷ്യം. എനിക്ക് കേൾക്കണോ? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, മൂക്കിലൂടെ ഒരു സാധനം അങ്ങ് കയറ്റിയ നോമ്പ് മുറിയോ? മൗലവിമാരെ മുറിയോ? ഞങ്ങൾ പഠിച്ച എങ്ങനെയാണ്? തുറന്ന ദ്വാരങ്ങളിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടക്കുക എന്നാ. അതിന് മനഃപൂർവ്വം തിന്നുകയും കുടിക്കുകയും വേണമെന്നില്ല. മൂക്ക് കൂടി ഒരു സാധനം കയറ്റിയാൽ നോമ്പം മുറിഞ്ഞു. നോമ്പ് മുറിയല്ല വേണ്ട അല്ലേ? നിങ്ങൾക്ക് നോമ്പ് മുറിയല്ല വേണ്ട. അപ്പോ നോമ്പ് മുറിയുന്ന സംഗതിയിലും നിങ്ങൾ തിരിമറി നടത്തി. ഇനിയുണ്ട് ഒരുപാട് പറയാന്. എനിക്ക് കേൾക്കണോ? ഇതാ ഇതിലും ഇങ്ങനെ തന്നെ നോമ്പിന്റെ നിയ്യത്ത്. ഇതിന്റെ 19ാം പേജ്. അതിലെങ്ങനെയാ നോമ്പിന്റെ നിയ്യത്ത് പറഞ്ഞത്? നോമ്പിന് നിർബന്ധമായ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് നിയ്യത്ത്. റമദാനിലെ ഓരോ രാത്രിയിലും പ്രഭാതോദയത്തിന് മുമ്പ് നിയ്യത്ത് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് കരുതുകയാണ് നിയ്യത്ത്. അവിടെ ഇല്ല, റമദാനും ഇല്ല, ഫർളും ഇല്ല. അതുകൊണ്ട് നിയ്യത്താവും. എന്തിനായി നിയ്യത്ത്? പിന്നെ ഇനി ഞങ്ങളുടെ മുജാഹിദിന്റെ നോമ്പിന്റെ വിധി വിലക്കുകൾ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞ് കേട്ടോളി. സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. അതായത് സുബഹിക്ക് ബാങ്ക് കൊടുത്ത് ഇഖാമത്തും കൊടുത്താല് വെള്ളം കുടിക്കുന്നത് മറന്നു വരെ അന്നേരം ചെയ്യണോ? അപ്പൊ ഒരു വെള്ളം കുടിക്കുന്നത് മറക്കരുത്. ഹദീസിലുണ്ട്. ഇതല്ലേ നിങ്ങളെ മതം? ഇനി അതിൽ തന്നെ അതാ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം. അതിലും പറയുന്നില്ല അത് തന്നെ. എന്താണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രബോധനം 977 കേട്ടോളി. നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്നിന്റെ ആവശ്യം നിർവഹിക്കുക, അത് പാത്രം വെക്കേണ്ടതില്ല. അപ്പൊ കയ്യിൽ പാത്രം പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ സുബഹി ബാങ്ക് കേട്ടാൽ അതിൽ ആവശ്യം തീർന്നിട്ട് വെച്ചാ മതി. നല്ല വലിയ പാത്രം പിടിച്ചോളി. എന്നാൽ എന്ത് ചെയ്യാ? കുറേ നല്ലൊരു സാപ്പിടാലോ. ഇന്നാലില്ല. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം. അപ്പോൾ ഇനി ജമാഅത്ത് ഇസ്ലാമിന്റെ 84 ശരീഅത്ത് പതിപ്പ്. ഇനി സുഹൃത്തുക്കളെ, ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഇസ്ലാം തകർക്കുന്നതിന്റെ ചില രൂപങ്ങളാണ് ഞാൻ കാണിച്ചത്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. 1984 ശരീഅത്ത് പതിപ്പ് പ്രബോധനം ഇതിന്റെ അമീർ സിദ്ദീഖ് ഹസൻ എഴുതിയ
ലേഖനം. അതിലെന്താ ഉള്ളത്? ഒരു ഭരണകൂടത്തിനു, എനിക്ക് വേൺപാടം തന്നെ ഉണ്ട്, നോക്കണമെന്നൊന്നുമില്ല, ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന, അതിലില്ലേ എടുത്തിട്ട് കൊടുത്തേ, ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. പറഞ്ഞ് ഒരു ഭരണകൂടത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ, അങ്ങനത്തെ കുറേ കാര്യം ഖുർആനിലുണ്ട്. ഒന്നാമത്തത് സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം.